ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ. അത് പരാഠ, ചപ്പാത്തി, പുൽക്കയുടെ കൂടെ അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് ചിക്കൻ കറി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ എങ്ങനെ റെഡിയാക്കി നമുക്ക് കണ്ടാലോ. ഏറ്റവും ആദ്യം ഒരു വലിയൊരു കടായി അടുപ്പത്ത് വെക്കാം. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂണകത്ത് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. നെയ്യും എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ടിടും. കടുക് നന്നായി പൊട്ടി കഴിയുമ്പം കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ ബേ ലീവ്സ് ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ 2 മുഴുവൻ വെളുത്തുള്ളിയും പിന്നെ 2 കഷ്ണം ഇഞ്ചിയും അത്രയും എടുത്ത് നമുക്ക് ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ. അതും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1/2 കിലോ സവാള നീളനെ അരിഞ്ഞതും പിന്നെ ഒരു 5-8 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്നും സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്ന് സവാളയ്ക്ക് അത് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് 1 ടീസ്പൂൺ നമുക്കകത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വഴണ്ടി വരണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയിക്കട്ടെ. കണ്ടോ, ഇതുപോലെ ആയി കഴിയുമ്പം ഒരു മീഡിയം സൈസിൽ തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതും കൂടി നമുക്ക് സോട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് കൂട്ടാൻ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് തക്കാളിക്ക് വെന്തുടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിക്ക് വെന്ത് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് എപ്പോഴും എണ്ണയ്ക്കാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് നമുക്ക് മിക്സാക്കി എടുത്ത് മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കളറായിരിക്കും കേട്ടോ ചിക്കൻ കറിക്ക്. പിന്നെ ഒരു 8 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ മുളക് പൊടിയും പിന്നെ 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ കളറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ. മസാല ഒന്ന് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാലയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സോത്തയായി കഴിയുമ്പം ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി 2 കിലോ നമുക്ക് അതിനകത്ത് ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 കിലോ ചിക്കൻ ഞാനാണെങ്കിൽ വിനാഗിരി ഉപ്പ് ഇട്ട് ഒരു അരമണിക്കൂറത്തേക്കൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ചൊരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇതിനകത്ത് നമുക്ക് നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവർ നമുക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴാണെങ്കിലും ചിക്കൻ്റെ ഇതുപോലെ മസാലയൊക്കെ ഇട്ട് വഴറ്റി നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. താഴെ അടിക്ക് പിടിക്കാതിരിക്കാൻ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റത്തേക്ക് കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് ഇതുപോലെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ തുറന്ന് ഒരു സൈഡ് ഞാനാണെങ്കിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എപ്പോഴാണെങ്കിലും ചൂടുവെള്ളം പറയുന്ന കൊണ്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കൽ അല്ലെങ്കിൽ കുക്കിംഗ് പ്രോസസ്സ് നിന്ന് പോവും. പിന്നെ ആണെങ്കിൽ ആ മസാലയുടെ ആ കളർ വന്നില്ലേ അത് ഡൗൺ ആയി പോവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആവാനായിട്ട്. അപ്പോൾ അതുമായി കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം നമുക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇവിടെ ഒത്തിരി ഗ്രേവി ഇഷ്ടമല്ല കേട്ടോ. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകം ഇഷ്ടം. അപ്പോൾ ഞാൻ അത്രയേ ഒഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലതായിട്ട് ചിക്കൻ വെന്ത് വരുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് നല്ല മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി തുറന്ന് നോക്കാം. അതേ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായി വരുന്നുണ്ട്. ഇത്രയും പോരാ കേട്ടോ. ഇനി ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവണം. ഇനി ആവാനുണ്ട് കുറച്ചും കൂടെ. ഒരു 15 മിനിറ്റിലായി. ടോട്ടൽ ഞാൻ 30 to 35 മിനിറ്റത്തേക്ക് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത്രയും സമയം എടുക്കും കേട്ടോ. 30 to 35 മിനിറ്റ് സമയം തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ അടച്ച് വെക്കുന്നു. രുചിക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്ത് നമുക്ക് അടച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ തുറന്ന് നോക്കാം. അതേ കണ്ടില്ലേ, ഇപ്പം ഗ്രേവിക്ക് ഒരുമാതിരി തിക്കായി വരും. നമുക്ക് തുറന്ന് തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക്
ഗ്രേവിയെല്ലാം ഒന്നും കൂടെ നന്നായിട്ടും തിക്കായി വരും കേട്ടോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ഹെൽപ്പായിരിക്കും കേട്ടോ, എനിക്ക് നാളത്തെ വീഡിയോ എന്താ കൊണ്ടുവരേണ്ടതെന്ന് അറിയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഞാൻ തന്നെ ഒരു നാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.